നമസ്കാരം. മന്ത്രി വാസവൻ ഇതാ വിളിച്ചു പറഞ്ഞിരിക്കുന്നു ദൈവമുണ്ട് എന്ന്. ദൈവം നൽകിയ വരദാനമാണ് പിണറായി വിജയൻ എന്നാണ് മന്ത്രി VN വാസവൻ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. ഈ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയാണ്, പലപ്പോഴും നേരിട്ട് പറയുന്നതൊന്ന് ചെയ്യുന്നത് മറ്റൊന്നാണ്. ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യങ്ങൾ പലപ്പോഴും അറിയാതെ തികട്ടി വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് കാണിക്കുന്നത്, ഇങ്ങനെ കാപട്യം കാണിക്കുന്നത്? ജനങ്ങളുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാരായ ഞങ്ങൾ ദൈവവിരോധികളാണ്, അല്ലെങ്കിൽ ദൈവവിശ്വാസികളല്ല, ദൈവവിരോധികളാണെന്ന് അവർ പറയുന്നില്ല. കാരണം ഇപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല, അതുകൊണ്ട് ദൈവവിരോധികളാണെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾ ദൈവവിശ്വാസികളല്ല, ഞങ്ങൾ ഭൗതിക വിശ്വാസികളാണ്, ഭൗതികവാദികളാണ്. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് കാണാത്തതൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നതാണ്, ഞാൻ നേരിട്ട് കാണാത്തത് വിശ്വസിക്കില്ല. ഈ ഗൺമാൻ ഇയാളെ ഈ ചെറുപ്പക്കാരൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ തലയിൽ അടിക്കുന്നതും ഞാൻ കണ്ടില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കില്ല. ഈ കരിങ്കൊടി കാണിക്കുന്നവർ മുഴുവനും പോലീസ് വഴി നീളെ എടുത്തിട്ട് അടിക്കണതും ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാനത് വിശ്വസിക്കില്ല എന്നാണല്ലോ ഇപ്പോൾ പിണറായി വിജയൻ പറയുന്നത്. അതുപോലെയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ പൊതു സ്വഭാവം. കാരണം അവർ കാണാത്തതൊന്നും വിശ്വസിക്കില്ല, ഭൗതികവാദികളാണ് എന്നതാണ് പറയുന്നത്. എന്നാൽ ഈ രഹസ്യമായിട്ട് പിന്നെ ഈ ഭാര്യമാര് അമ്പലങ്ങളിൽ പോവുകയും ഈ നേതാവിന് വേണ്ടിയിട്ട് പിന്നെ അർച്ചനകൾ നടത്തുകയും ഒക്കെ ചെയ്യാറുണ്ട്. കോടിയേരി ബാലകൃഷ്ണന് വേണ്ടിയിട്ട് പൂമൂടൽ ചടങ്ങ് അവരുടെ ഭാര്യ നടത്തിയത് വലിയ വിവാദമായിട്ടുണ്ട്, വലിയ വാർത്തയായിട്ടുണ്ട്. അതുപോലെ പലപ്പോഴും ഈ അടുത്ത കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവായ C ദിവാകരൻ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് തൊഴുതപ്പോൾ തൊട്ടടുത്ത് അന്നത്തെ കൂടെയുള്ളൊരു മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ തൊഴാതെ നിന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് കടകംപള്ളി സുരേന്ദ്രൻ ഈ പിന്നെ ഷർട്ടൊക്കെ അഴിച്ചു കളഞ്ഞിട്ട് നേരിയത് ചുറ്റി ക്ഷേത്രത്തിൽ പോയി തൊഴുതുകൊണ്ട് നടക്കുന്നതും നമ്മൾ കണ്ടതാണ്. എന്തിനാണ് ഇവർ ഇങ്ങനെ ഇരട്ടത്താപ്പ് കാണിക്കുന്നത്, കാപട്യം കാണിക്കുന്നത്? ഞങ്ങൾക്ക് ദൈവവിശ്വാസം ഉണ്ട് എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്നാൽ കമ്മ്യൂണിസം അങ്ങ് തകർന്നു പോകുമോ അങ്ങനെ പറഞ്ഞാൽ? സ്വാഭാവികമായിട്ടും ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൽ ഈ വേര് ഉറയ്ക്കാത്തതിന് കാരണം. അവർ ഭാരതവൽക്കരിക്കപ്പെട്ടിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, അതാണ് ഏറ്റവും പ്രധാനം. പോട്ടെ, അത് മറ്റൊരു വിഷയമാണ്, അതുകൊണ്ട് ഞാൻ അത്തരം കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ വാസവൻ പറഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തി പിന്നെ ദൈവം വരദാനം ചെയ്തത് എന്ന ഒരു കേരളത്തിന് വരദാനം നൽകിയ ഒരു വല്ലാത്ത ഒരു പ്രതിഭാസമാണ് പിണറായി വിജയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തിന് അത് പറയാം. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പിണറായി വിജയൻ ഒരു വലിയ ദൈവതുല്യനാണ്, ഒരു വ്യക്തിപൂജ അദ്ദേഹത്തിന് നിറയെ ഉണ്ട്. കാരണം വ്യക്തിപൂജയ്ക്കെതിരെ സംസാരിക്കുന്നതാണ്, അത് ഞാൻ പറഞ്ഞു വരാം. എന്തായാലും ഇപ്പോൾ അത് വളരെ വിവാദമായി. അങ്ങനെ അത് വിവാദമായപ്പോൾ ഈ വാസവൻ ദൈവമുണ്ടെന്ന് പറഞ്ഞോ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നു എന്ന് പല സ്ഥലത്തു നിന്നും പല കോണുകളിൽ നിന്നും ട്രോളുകൾ ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഇറങ്ങാൻ തുടങ്ങി. വാസവൻ പറഞ്ഞു അത് ഞാൻ അങ്ങനെ പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല. ഉടനെ പ്ലേറ്റ് മാറുന്നു. അതാണല്ലോ ഇവരുടെ സഹസാണ്, പെട്ടെന്ന് പ്ലേറ്റ് മാറ്റും. അവർ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അത് മാർ ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതാണ്. അങ്ങനെ പിണറായി വിജയനെ കുറിച്ച് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ വാക്ക് ഞാൻ എടുത്ത് വീണ്ടും ഉപയോഗിച്ചെന്നേ ഉള്ളൂ, അതുകൊണ്ട് ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞതാണ് എന്നാണ് ഇപ്പോൾ വാസവൻ രക്ഷപ്പെടാൻ വേണ്ടി ഈ പാവം മരിച്ചുപോയ നമ്മളെല്ലാം ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ക്രിസോസ്റ്റം തിരുമേനിയെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോൾ ഒരു സ്ഥലത്ത് പോലും ക്രിസോസ്റ്റം തിരുമേനി അങ്ങനെ ഒരു പ്രയോഗം പിണറായി വിജയനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്നാണ് കാണുന്നത്. ഒരു സ്ഥലത്ത് പോലും ക്രിസോസ്റ്റം തിരുമേനി പിണറായി വിജയൻ ദൈവം നൽകിയ, കേരളത്തിന് നൽകിയ വരദാനം എന്നുള്ള ആ പ്രയോഗം ഒരിടത്തും പൊതുവേദികളിൽ ഒരിടത്തും തന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ വാസവൻ ഇത്തരത്തിലൊരു പിന്നെ വെളിപാടുണ്ടായിരിക്കുന്നത്? അപ്പോൾ പിന്നെ തൻ്റെ ന്യായീകരിക്കാൻ, താൻ പറഞ്ഞ അബദ്ധം ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കേരളം ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു വലിയ മനുഷ്യനെ പോലും കൂട്ടുപിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് ഇവരുടെ കാര്യമെന്നത്. എന്തായാലും വാസവനാവപ്പെ വിട്ടിരിക്കുന്നു, അദ്ദേഹത്തിന് ദൈവം ഉണ്ട്, വരദാനമാണെന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഇവിടെ വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റുകാർക്ക് സംബന്ധിച്ചിടത്തോളം പാടില്ല എന്നാണ്. കാരണം P ജയരാജനെ എതിരെ നടപടിയെടുക്കുകയും വിശദീകരണം ചോദിക്കുകയും ചെയ്തത് വ്യക്തിപൂജയുടെ ഭാഗമായിട്ടാണ്. P ജയരാജനെ ഇങ്ങനെ ഒതുക്കിയെടുത്തതും അദ്ദേഹം വ്യക്തിപൂജ ഇറക്കുന്നു. ജയരാജൻ്റെ ഒരു ടീമുണ്ട്, PR എന്ന് പറയുന്ന അല്ല PJ ആർമി എന്ന് പറയുന്ന ഒരു ടീം അവിടെ വരികയും അവർ അദ്ദേഹത്തിന് ശ്ലാഘിച്ചുകൊണ്ട് ഗാനങ്ങൾ എഴുതുകയും അത് റെക്കോർഡ് ചെയ്യുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് പിണറായി വിജയന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വ്യക്തിപൂജ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പാടില്ല എന്ന് പറഞ്ഞ് ഒതുക്കുകയും ചെയ്തു. അതുപോലെ
അതുപോലെ തന്നെ VS അച്യുതാനന്ദനെതിരെ അനുകൂലമായിട്ട് പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും അവർ VSന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ആവേശത്തോടെ എഴുതുകയും കൈയടിക്കുകയും ചെയ്തപ്പോഴും അപ്പോഴും അവിടെ സ്റ്റേജിലുണ്ടായിരുന്ന പിണറായി വിജയൻ ഇഷ്ടപ്പെട്ടില്ല. അത് വ്യക്തിപൂജയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വ്യക്തിപൂജ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം സ്വയം വ്യക്തിപൂജ നടത്തിക്കോളൂ, നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്ന് നിൽക്കുന്നു, ഒരു പൊളിറ്റിക്കൽ ദൈവം ഇതാ വന്ന് നിൽക്കുന്നു, ഒരു അവതാര പുരുഷൻ, ദൈവം വരദാനം ചെയ്ത ഒരു അവതാര പുരുഷൻ ഇതാ വന്ന് നിൽക്കുന്നു, നിങ്ങൾ വ്യക്തിപൂജ നടത്തിക്കൊള്ളൂ എന്ന ഭാവത്തോടുകൂടെയാണ് ഇപ്പോൾ കേരളത്തിലെമ്പാടും നിൽക്കുന്നത്. അങ്ങനെ വ്യക്തിപൂജ നടത്തുന്ന ഒരാളാണ് പാവം ഈ വ്യാസവൻ. അതുകൊണ്ട് വ്യാസവൻ വ്യക്തിപൂജ നടത്തുന്നു. ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു. ഇനി വ്യക്തിപൂജ നടത്തുന്നവൻ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാരനാവൂ എന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അതുകൊണ്ടാണ് മന്ത്രി വാസവനൊക്കെ ഇത്രയും പാർട്ടിക്കകത്ത് പ്രാധാന്യം ലഭിക്കുന്നത്.